ഗൈസ് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാട്ടോ. എനിക്ക് കുറേ നാൾ മുന്നേ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്, പക്ഷേ എനിക്ക് ഇപ്പോഴാട്ടോ ചെയ്യാൻ പറ്റണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ മെൻസ്ട്രൽ കപ്പാണോ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കൂടുതൽ പേരും അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. എന്തായാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേഗം തന്നെ വീഡിയോയിലെടുക്കാം. കമ്മ്യൂണിറ്റി ടാബിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ 2 കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, മെൻസ്ട്രൽ കപ്പ് എന്താണെന്ന്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പീരീഡ്സ് ടൈമിൽ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം തന്നെ. ഈ പാഡ് ടാമ്പോൺസ് ഒക്കെ ഇല്ലേ, അതുമാതിരി തന്നെ വേറൊരു സാധനം കണ്ടില്ലേ, ഇങ്ങനൊരു ചെറിയൊരു കപ്പിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ 15 വയസ്സുള്ളപ്പോഴാട്ടോ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യണത്. ഞാനിങ്ങനെ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, ഭയങ്കര കംഫർട്ടബിളാണ്. പാഡൊക്കെ യൂസ് ചെയ്ത് ആകെ അലങ്കോല് പരിപാടിയാണ്. എൻ്റെ ഡ്രസ്സിലൊക്കെ നിറയെ ലീക്കായിട്ട് ആകെ സ്റ്റെയിനൊക്കെ ആവുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെന്ന് എല്ലാവരും പറഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് സിറോണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്മോൾ സൈസിലുള്ള മെൻസ്ട്രൽ കപ്പ് ഓർഡർ ചെയ്തിട്ടോ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ എന്തോ 15 ml എന്താണ് കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ സ്മോൾ സൈസാണ് മേടിക്കേണ്ടത്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബർത്തൊക്കെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബർത്ത് കൊടുക്കാത്തതാണെന്നുണ്ടെങ്കിൽ പോലും ഒരു 18 ഇയേഴ്സ് മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ്, പിന്നെ 30 വയസ്സിന് മുകളിലുള്ള ബർത്തൊക്കെ കൊടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ലാർജ് സൈസൊക്കെ യൂസ് ചെയ്യണമെന്ന് പലയിടത്തും കേട്ടിട്ടുണ്ട്. പിന്നെ ചിലവർ സർവിക്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് സൈസ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ടീനേജറാണ്, ഞാൻ എന്തായാലും ഒരു സ്മോൾ സൈസാണ് അപ്പോൾ മേടിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നേരെ ഈ സിറോണ എന്നിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്മോൾ സൈസിൻ്റെ കപ്പ് ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ കപ്പൊക്കെ വന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യണത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേറ്റിൻ്റെ അന്നെന്തോ ആണ് ഞാൻ ട്രൈ ചെയ്യണത്. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ആദ്യം വേറെ ഏതൊരു ഫോൾട്ടാണ് ഞാൻ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്തോ ഇങ്ങനെ വെച്ചിട്ടുള്ള ഫോൾട്ടാണ്, സീ ഫോൾട്ടാണ്, അങ്ങനെ എന്തോ സീ ഫോൾട്ടാണെന്ന് തോന്നുന്നു. ആ ഒരു ഫോൾട്ടാണെന്ന് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ആ ഒരു ഫോൾഡൊന്നും ട്രൈ ചെയ്തിട്ട് ഇൻസേർട്ട് ആവുന്നുണ്ടായില്ല. ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഇൻസേർട്ട് ആവുന്നുണ്ടായില്ല. പിന്നെ ഞാൻ വെച്ചാൽ ഈ പഞ്ച് ഡൗൺ ഫോൾഡ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഫോൾഡ്, ഈ ഒരു ഫോൾഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ എനിക്ക് ഇൻസേർട്ടായി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത്തിരി കുഴപ്പമുണ്ടായിരുന്നു ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഇൻസേർട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ചിലർ പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പിടിച്ചിട്ടാണ് ഇൻസേർട്ട് ആക്കിയത്. അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായില്ല കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ വേണ്ടി വന്നുള്ളൂ. 1-2 പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ഫോൾഡ് പഞ്ച് ഡൗൺ മെത്തേഡ് ചെയ്ത് നോക്കിയപ്പോൾ ഇൻസേർട്ട് ആയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറയാം, അതായത് ഞാൻ ഈ ഒരു ഇൻസേർട്ട് ചെയ്തിട്ട് നൈസായിട്ട് ഒരു പാൻറ്റി ലൈനർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻറ്റി ലൈനർ എന്താണെന്ന് അറിയാത്തവരൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ ജസ്റ്റ് ഫോട്ടോ എല്ലാം കൊടുക്കാട്ടുണ്ടെങ്കിൽ. അപ്പോൾ പാൻറ്റി ലൈനർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാഡിൻ്റെ ചെറിയ സൈസിലുള്ള സാധനമാണ് ഈ പാൻറ്റി ലൈനർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഡിസ്ചാർജൊക്കെ ഓവറായിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പീരീഡ്സിൻ്റെ 4th ഡേയും 5th ഡേ ഒക്കെ കുറച്ചുണ്ടാവുള്ള ബ്ലഡ്, ആ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ലീക്കാവുന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു പാൻറ്റി ലൈനർ എടുത്ത് ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അഥവാ ലീക്ക് ആയാലൊന്നും വെച്ചിട്ട് ഞാൻ നേരെ ട്യൂഷൻ ക്ലാസ്സിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തോ ഈ സാധനമൊക്കെ അങ്ങനെ മേത്ത് കൊണ്ടിട്ട് എന്തോ ഒരു ഡിസ്കംഫർട്ട് മാതിരി ഉണ്ടായിരുന്നു. പിന്നെ എന്നുണ്ടെങ്കിൽ ഈ താഴത്തോട്ട് വന്ന മാതിരിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഫിറ്റ് ആയിട്ടില്ല എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പക്കയായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫീൽ ചെയ്യും ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഓപ്പൺ ആയി എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയി വന്ന് തിരിച്ചു വയ്ക്കുമ്പോൾ ലീക്കായിട്ടുണ്ട്, ആ പാൻറ്റി ലൈനറിൽ ലീക്കായിട്ടുണ്ട്. അപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ടൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലീക്കാവും, പിന്നെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് സെറ്റായിക്കോളും, നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യണോണ്ടാണ് അങ്ങനെ ലീക്കൊക്കെ വന്നതെന്നാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലിയ മൈൻഡ് ആക്കിയില്ല, ശരിയായിക്കോളും എന്നും പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം യൂസ് ചെയ്ത്, പിറ്റേ ദിവസം ലീക്കായി, പിന്നെ യൂസ് ചെയ്ത്, പിന്നെ ലീക്കായി. അങ്ങനെ അടുത്ത മാസം ട്രൈ ചെയ്ത് അപ്പോഴും ലീക്കായി. പിന്നെ 3ാമത്തെ മാസം 4ാമത്തെ മാസം 5ാമത്തെ പ്രാവശ്യം 7ാമത്തെ മാസം അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലീക്ക് ആവുന്നുണ്ട്. അപ്പോഴും ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല, വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്ന് വേറെ ഫോൾഡൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, സീ ഫോൾഡ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോഴും ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഈ ഒരു ബ്രാൻഡിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ എന്താക്കി ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഈ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ റിവ്യൂ എടുത്ത് നോക്കിയപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിവ്യൂ നോക്കിയപ്പോൾ മിക്കവരും ലീക്ക് ആവുന്നുണ്ട്, ഈ മെൻസ്ട്രൽ കപ്പ് കൊള്ളൂല, ലീക്ക് ആവുന്നുണ്ട് എന്നുള്ള കമൻറ്റ് ഞാൻ കുറേ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബ്രാൻഡ് കൊള്ളത്തില്ല, നമുക്ക് വേറെ ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എവർട്ടീൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മെൻസ്ട്രൽ കപ്പ് ഓർഡർ ചെയ്തു. അപ്പോൾ അതും അതെ കേട്ടോ, ഈ സ്മോൾ സൈസ് ഏറ്റവും ചെറിയ സൈസ് തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടീനേജേഴ്സിന് യൂസ് ചെയ്യണം ആ ഒരു സെയിം സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അങ്ങനെ ഞാൻ അതും മേടിച്ചു. അത് ഒരു വിറ്റാട്ടോ. ഞാനത് മേടിച്ചിട്ട് 2-3 പ്രാവശ്യം എന്തോ യൂസ് ആക്കിയിട്ടുണ്ടല്ലോ. ഞാൻ ഒരു പ്രാവശ്യം ഇതിങ്ങനെ തിരിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ നൈസായിട്ട് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ പോയി നൈസായിട്ട് ഫ്ലഷ് അടിച്ച് അങ്ങോട്ട് പോയി. മെൻസ്ട്രൽ കപ്പ് അങ്ങനെ പോയിട്ടോ. അതാണ് ഞാൻ കാണിക്കാത്തത്, അത് പോയി. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ടോയ്ലറ്റിൽ നിന്ന് ഇരുന്നിട്ട് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ഊരൊന്നും ചെയ്യരുത്. കാരണം അതിൻ്റെ ഉള്ളിൽ പോയി പിന്നെ അത് പോയതാണ്. അതുകൊണ്ട് താഴത്തെ ഫ്ലോറിൽ ഇരുന്നാണ് നിങ്ങളത് ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനും കാര്യങ്ങളൊക്കെ. ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ എന്തായാലും ഇത് ഊരണ കാര്യം പറഞ്ഞിട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത് ഊരാൻ നോക്കിയപ്പോൾ ഇതിൽ പിടിച്ച് വലിക്കാനേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ വരത്തില്ല അങ്ങനെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ലൂസായിരുന്നു, ഭയങ്കരമായിട്ട് ഫിറ്റിംഗ് അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ ചെറുതായിട്ട് പിടിച്ച് വലിച്ചപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു സാധനമല്ലോ ഈ സാധനം പിടിച്ച് വലിച്ചപ്പോൾ തന്നെ ഈസി ആയിട്ട് എനിക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ഇത് ഫിറ്റിംഗ് അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇൻസേർട്ട് ചെയ്യണ മാതിരി അങ്ങനെ ഈസി അല്ല കേട്ടോ. നമുക്കിത് എടുക്കാമെന്നുള്ളത് തിരിച്ച് കുറച്ച് പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ സെറ്റ് ആയിക്കോളും. പക്ഷേ ആദ്യമൊന്നും പോയിട്ട് ഇങ്ങനെ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രക്കും ഈസി ആയിട്ടൊന്നും കിട്ടത്തൊന്നുമില്ല. എന്തായാലും ഞാൻ പറഞ്ഞ ഒരു ഈ സാധനത്തിൽ പിടിച്ച് വലിക്കരുത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു സാധനത്തിൽ പിടിച്ച് വേണം വലിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സെക്ഷൻ നമ്മൾ റിലീസ് ചെയ്തിട്ട് വേണം വലിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ പോയ പോലെ നമുക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ഞാൻ എക്സ്പീരിയൻസ് പറയാം. എവർട്ടീൻ്റെ ഞാൻ യൂസ് ചെയ്തു. അതും സ്മോൾ സൈസ് തന്നെയായിരുന്നു. അതും പക്ഷേ ലീക്ക് ആവുന്നുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട്. അത് ഞാൻ വീണ്ടും അടുത്ത മാസം ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് ഇത് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഈ ഒരു ബ്രാൻഡും പൊട്ടയാണോ എന്നും പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഇനി വേറെ എന്തെങ്കിലും ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ്, കാണാത്ത വീഡിയോസ് ഉണ്ടാവില്ല. അങ്ങനെ കുറേ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ പല ഫോൾഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ 2 മെൻസ്ട്രലൊക്കെ അപ്പോൾ 2 ബ്രാൻഡിന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടൊന്നും വർക്ക് ആവണമെന്നില്ല. പിന്നെ ഞാൻ എന്താ സൈസിൻ്റെ കാര്യം ഞാൻ അങ്ങനെ നോക്കണില്ല. കാരണം ടീനേജേഴ്സ് സ്മോൾ സൈസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈസിൻ്റെ കാര്യം വേറെ ഞാൻ നോക്കണില്ല. പിന്നെ ആണെങ്കിൽ കുറച്ച് നാളിന് മുന്നേ എനിക്ക് തോന്നിയത് ഇനി സൈസിൻ്റെ പ്രശ്നമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയില്ല ലൂസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സൈസ് മാറിയിട്ടായിരിക്കും. പക്ഷെ എന്നാലും എനിക്കൊരു മീഡിയം സൈസ് എന്ന് പറയുന്നത് 18 എബോ ആയിട്ടുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് 16 മാത്രമാണ്. അപ്പോൾ എന്നാലും എനിക്കൊരു ഒരു കൺഫ്യൂഷൻ വന്നിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ മീഡിയം സൈസ് ഓർഡർ ചെയ്തു. അത് ഞാൻ സീറോണയുടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് അറിയാം, ഞാൻ സീറോണയുടെ എവർട്ടീൻ്റെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എവർട്ടീൻ്റെ എന്ന് വെച്ചാൽ ഇത്തിരി കട്ടിയുള്ള മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീറോണ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തോ സീറോണയുടെ മേടിക്കാനാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സീറോണയുടെ ഞാൻ നേരത്തെ ആദ്യം വീഡിയോ കാണിച്ചില്ല, ഈ ഒരു പിങ്ക് കളറിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മീഡിയം സൈസാണ്. ഞാൻ സൈസിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഇത് സ്മോൾ സൈസും ഇത് മീഡിയം സൈസ് തൊട്ട് അതിന് സൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസം തൊട്ട് ഞാൻ ഒരു മീഡിയം സൈസിൽ മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്യണത്. അപ്പോൾ മീഡിയം സൈസല്ല ഇൻസേർട്ട് ആവോ എന്നൊക്കെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ഇത് 18 എബോ ആൾക്കാരൊക്കെ യൂസ് ചെയ്യണതാണെന്ന് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ലൂബ്രിക്കൻ ജെല്ലില്ല, നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ ഒരു ജെല്ലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും ഞാൻ കുറച്ച് ലൂബ്രിക്കൻ ജെല്ല് അപ്ലൈ ആക്കിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഈ ഒരു പഞ്ച് ഡൗൺ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇൻസേർട്ട് ആക്കി നോക്കി. നല്ല ഈസി ആയിട്ട് ഇൻസേർട്ട് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസേർട്ട് ആയത് ഓപ്പൺ ആയിട്ട് ഞാൻ പിന്നെ ഒരു പാഡ് കൊണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അഥവാ ലീക്കായാലൊന്നും വെച്ചിട്ട്. അപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല, ലീക്കൊന്നും ആയിട്ടുണ്ടായില്ല. ഞാൻ ഫസ്റ്റ് ഡേ ഇത് വെച്ചിടന്നു, സെക്കൻഡ് ഡേ വെച്ചിടന്നു, 3, 4 അങ്ങനെ വെച്ചിടന്നിട്ട് ലീക്കായിട്ടുണ്ടായിരുന്നില്ല. പക്കാ ലീക്ക് പ്രൂഫായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇങ്ങനെ ഊർന്നു പോരല്ലേ, അങ്ങനെ ഉള്ളിൽ നിന്ന് പോരല്ല, താഴത്തോട്ട് പോരല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഫുൾ കംഫർട്ടബിൾ ആയിരുന്നു. നല്ലോണം അവിടെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ ഈ സ്മോൾ സൈസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഈ ടീനേജർ എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് സ്മോൾ സൈസ് അല്ല മേടിക്കേണ്ടതെന്ന്. അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പൊക്കെ അനുസരിച്ചായിരിക്കും സൈസ് എന്ന് പറയുന്നത്. പിന്നെ എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയും ചെറുതായിട്ട് അങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെ, എന്നാലും ചിലവർക്ക് അറിയാത്തുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തന്നെ ലൂബ്രിക്കൻ ജെല്ലി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പലർക്കും പല ഫോൾഡായിരിക്കും വർക്ക് ആവുന്നുണ്ടാവുക. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലവർക്ക് സി ഫോൾഡായിരിക്കും ഈസി. സി ഫോൾഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ സി ഫോൾഡായി. ഇനി പഞ്ച് ഡൗൺ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് താഴത്തോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോൾഡും റെഡി ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, ഇങ്ങനെ 7 ടൈപ്പ് എന്തൊക്കെയോ ഒരു ഫോൾഡൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ഫോൾഡൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനാക്കിയ സി ഫോൾഡും ഈ പഞ്ച് ഡൗൺ മാത്രമേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പഞ്ച് ഡൗൺ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാവുന്നതുള്ളൂ.
ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇൻസേർട്ട് ആക്കാൻ കഴിയണതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആവണില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് താഴ്ത്ത് പിടിച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് ഫുള്ളി ഓപ്പൺ ആവും. അപ്പോൾ അതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു ഫിംഗർ യൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാകുന്ന നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഓപ്പൺ ആയെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഒരു പോപ്പ് സൗണ്ട് കേൾക്കുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ പോപ്പ് സൗണ്ടൊന്നും കേൾക്കത്തില്ല. എന്നാലും ഓപ്പൺ ആയെന്ന് നമുക്ക് ജസ്റ്റ് കൈയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴ്ത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുകയില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഫിറ്റ് ആയിട്ടില്ലെന്ന് അർത്ഥം. ഭയങ്കര ലൂസാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സൈസ് കറക്റ്റ് ആവേണ്ടായിരിക്കും, അല്ലെങ്കിൽ മര്യാദ ഓപ്പൺ ആവേണ്ടായിരിക്കും. ഇങ്ങനെ തട്ടോട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് പോരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ അത്ര തന്നെ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇനി അത് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ സംഭവം ഇരിക്കേണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം പുറത്തുണ്ടാവും കേട്ടോ. ഈ സാധനം പുറത്തൊന്നും ഇല്ല. അകത്ത് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സൈസ് ചെറുതായിട്ട് അങ്ങനെ വല്ലതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഉള്ളോട്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഊരാൻ നേരത്ത് നമ്മൾ പിടിച്ച് ഈ സാധനത്തിൽ പിടിച്ച് വലിക്കരുത് കേട്ടോ. ഇത് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ എന്തോ ഇങ്ങനെ പറഞ്ഞതിന് നമുക്ക് തോന്നുന്നതായിരിക്കും. അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ഈ താഴത്തൊരു സാധനം ഉണ്ടല്ലോ അവിടെ പിടിച്ച് ജസ്റ്റ് അമർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു അങ്ങോട്ട് ഞെക്കുക. അപ്പോൾ ഇതിങ്ങനെ കണ്ടില്ലേ, അത് റിലീസാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി താഴത്തോട്ട് കൊണ്ടുവന്ന് ഊരാൻ പറ്റുന്നതായിരിക്കും. അല്ലാണ്ട് ഇതിങ്ങനെ പിടിച്ച് വലിക്കാന്നുണ്ടെങ്കിൽ കണ്ടോ മൊത്തത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു ഇതായിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ ഇവിടെ ഞെക്കിയിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ അമർത്താം. അപ്പോൾ അതിങ്ങനെ ഇതാവുന്നതായിരിക്കും, ചളങ്ങുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ താഴത്തോട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി നമുക്കിത് ഊരാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇത് ഉള്ളിലോട്ട് അങ്ങ് പോവേ, അല്ലെങ്കിൽ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി പോകും, തിരിച്ച് വരാണ്ടിരിക്കും. അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കേട്ടോ. അതങ്ങനെ പോകത്തൊന്നുമില്ല. ജസ്റ്റ് അവിടെ തന്നെ നിന്നോളും, പേടിക്കൊന്നും വേണ്ട. ചിലപ്പോൾ ഉള്ളിൽ ആ ഒരു വായിലൊരു സാധനമില്ല, അത് ജസ്റ്റ് ഉള്ളോട്ട് പോയിന്നിരിക്കും. എൻ്റെ ഫസ്റ്റ് ഞാൻ ചെറിയ സൈസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ളോട്ട് പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു വലുതുണ്ടല്ലോ, ഈ മീഡിയം സൈസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളോട്ടൊന്നും പോകണില്ല, പുറത്ത് തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റ് സൈസ് അല്ലാഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഉള്ളിലോട്ട് പോകണത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഇൻസേർട്ട് ചെയ്യണതും ഊരണയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് ക്ലിയർ ചെയ്തിട്ട്. കറക്റ്റ് സൈസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ എന്താ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ, നമുക്കിത് 10 വർഷം വരെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പാഡ് ഇങ്ങനെ മേടിച്ച് കളയേണ്ട കാശൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും തന്നെയില്ല. നമുക്കിത് തന്നെ 200 ചില രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് എത്ര 10 വർഷം വരെയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ലാഭമല്ലേ. എത്ര രൂപയോ നിങ്ങൾ ചിന്തിച്ചൊക്കെ ഒരു 10 വർഷം പാഡ് മേടിക്കുമ്പോഴത്തേനും. അപ്പോൾ അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. അതേപോലെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. ഇങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കളയണമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ വാർത്ത യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ദിവസം പോലെ തോന്നും. നമുക്ക് ചാടാൻ വേണ്ടി വെള്ളത്തിൽ പോയി നീന്താം, അങ്ങനത്തെ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ തരാം. ശരിക്കും ഒരു നോർമലായിട്ടുള്ള ഡേ എങ്ങനെയാണ് അതേമാതിരി തന്നെ എനിക്ക് പക്ക ശരിക്കും വയറുവേദന ഇല്ലെങ്കിൽ പക്ക സെറ്റാട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യും നിങ്ങളോട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് വേണം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സീറോണാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ, ഏത് കമ്പനി ഇഷ്ടം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ ഇൻസേർട്ട് ആവോ എന്നുള്ള ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ലൂബ്രിക്കൻ ജെല്ലി യൂസ് ചെയ്യാവുന്നതാണ്. അത് മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അത്യാവശ്യം അറിയാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് വേറെ ഞാനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും, ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അത്ര തന്നെയുള്ള ഗൈസ്. അടുത്തൊരു വീഡിയോ കാണാൻ തന്നെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ ഗൈസ്.